അതിക്രൂരമായ ബലാത്സംഗത്തിന് ആണ് ഈ യുവതി ഇരയായത് എന്ന് അവരുടെ വാക്കുകളിൽ തന്നെ വ്യക്തമാണ്. വിഷ്ണു, ഈ പ്രതികരണമൊക്കെ അതൊരു മൊഴിയായി തന്നെ പോലീസ് എടുത്തിട്ടുണ്ടാകും. അപ്പോൾ എത്രമാത്രം സ്ട്രോങ് ആയ ഗുരുതരമായ വകുപ്പുകളൊക്കെയാണ് ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്? പോലീസിന്റെ നീക്കങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ 3 പേർ മാത്രമാണ് നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത്. ഇനി ബാക്കിയുള്ളവരെ കൂടി അറസ്റ്റ് ചെയ്തതിനു ശേഷമായിരിക്കും ഇവരെ കോടതിയിൽ ഉൾപ്പെടെ ഹാജരാക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുന്നത്. ഏതായാലും ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ, ബലാത്സംഗം അതുപോലെ അതിക്രമിച്ച സ്ഥാപനങ്ങളിൽ കടക്കുക തുടങ്ങിയ വകുപ്പുകളാണ് ഇപ്പോൾ പ്രതികളുടെ ഭാഗത്തേക്ക് ചുമത്തിയിരിക്കുന്നത്. 3 പേരെ മാത്രമാണ് പോലീസിന്റെ കൈകളിലുള്ളത്. ബാക്കി 3 പേർക്കായുള്ള തെരച്ചിൽ പോലീസ് പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ല കേന്ദ്രീകരിച്ച് നടത്തുകയാണ്. ഏതെങ്കിലും തരത്തിൽ ജില്ല വിട്ടു പോകാൻ സാധ്യതയുണ്ടോ എന്ന തരത്തിലുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. കാരണം ഇവരുടെ നേതാവായ സുബിൻ കാപ്പ കേസ് പ്രതിയാണ്. അയാൾക്ക് ജില്ലയിൽ ചേരാനുള്ള അനുവാദം ഇല്ല. പക്ഷേ അദ്ദേഹം അത്രയ്ക്ക് ഇവിടെ പോലീസ് വൃത്തങ്ങളിലോ അല്ലെങ്കിൽ അധികാര സ്ഥാപനങ്ങളിലൊക്കെ പിടിയുള്ള ആളായതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിന് ജില്ലയിൽ ചേരാൻ സാധിച്ചു. ഏത് തരത്തിൽ സാധിച്ചു എന്നുള്ള ഒരു അന്വേഷണമാണ് ഇനി നടക്കേണ്ടത്. ഇതിനുവേണ്ടി 3 പേരെ കൂടി ഈ 6 പേരടങ്ങുന്ന സംഘത്തിലെ 3 പേരെ കൂടെ പോലീസിലേക്ക് കിട്ടേണ്ടതുണ്ട്. അവരെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഏതായാലും യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് FIR ഉൾപ്പെടെയിട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. 3 പേരെ കൂടി കിട്ടിയാൽ മാത്രമേ ഇതിന്റെ മുന്നോട്ടുള്ള നടപടികൾ നീക്കുവാൻ സാധിക്കൂ. ശരി വിഷ്ണു. ആക്രമണത്തിനിരയായ യുവതിയുടെ അതിജീവിതയുടെ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി. അവൻ നല്ലതായിട്ട് ഉപദ്രവിക്കുമായിരുന്നു. മുടിയെ പിടിച്ച് വലിക്കുന്നു, കയ്യെ പിടിച്ചോണ്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നു, ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. ഭയങ്കര ഉപദ്രവമായിരുന്നു. നീ ഇങ്ങനെ വന്നേ, നീ കൊള്ളാലോ, നീ ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞ് എന്റെ കൈക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് ഒരു റൂമിലേക്ക് പോയി. നമ്മുടെ ഡോറിന്റെ സൈഡിൽ ആ വരത്തിൽ കയറി പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞ് പുറകോട്ട് ബലമായിട്ട് ഭിത്തിയെ പിടിച്ച് തള്ളി പുറകോട്ട് നിൽക്കുക. അതിന് ഉപ്പാടെ അവൻ പറഞ്ഞു ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ ഞങ്ങളെ ഉപദ്രവിക്കല്ലേ, ഞങ്ങളെ ഒരു പെങ്ങളായിട്ട് കണ്ടുകൂടെ എന്ന് പറഞ്ഞില്ല. എടുക്കെ എന്റെ മുഖത്തിന്റെ ഒരൊറ്റ അവനെ വലത്തെ വശത്തെ ഇതായിട്ട് അടിച്ചതേ. അവൻ എവിടെ നിന്ന് അടിച്ചതെന്ന് അറിയത്തില്ല. എനിക്ക് കണ്ണിൽ കൂടെ എന്തോ ഒരു നീല കളർ പറന്നു പോകുന്ന പോലെ അടിച്ചിട്ട് അവൻ എന്നോട് പറഞ്ഞു എന്റെ പെങ്ങൾ എന്നെ അടി വേശ്യാലയത്തിലാണോ നിൽക്കണം, എന്റെ പെങ്ങൾ എന്നെ വെടിയാണോ എന്ന് ചോദിച്ചിട്ട് 1 ലക്ഷം തെറി വിളിച്ചു ഞങ്ങൾ. അവൻ എന്നെ ഒന്നും കൂടെ മുറിയിലോട്ട് വലിച്ചപ്പോൾ ഞാൻ വരത്തില്ല, എന്നെ ഉപദ്രവിക്കില്ല, ഞാൻ വരികയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവൻ എന്റെ ബാക്ക് സൈഡിലോട്ട് വന്നിട്ട് എന്റെ ഇടത്തെ കൈയുടെ ഓർത്തിട്ട് നന്നായിട്ട് അടിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ഈ പിറ്റേന്ന് കൈ എടുത്ത് ഞാൻ ഈ ഒരത്തെ കയറി പിടിച്ചു, വലത്തെ കൈ. അന്നേരം ഇവൻ എന്റെ പുറകിൽ നിന്ന് എന്റെ പുറത്തിന്റെ അവന്റെ മുട്ടുകൈ വെച്ചിട്ട് ഒരൊറ്റ ഇടി. അന്നേരം ഞാൻ പെട്ടെന്ന് റൂമിലേക്കായി. അവൻ പറഞ്ഞു ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇരിക്കുന്നില്ല, ഞാൻ ഇവിടെ നിന്നോളാന്ന് പറഞ്ഞു. അന്നേരത്തേക്ക് പെട്ടെന്ന് തന്നെ അവൻ എന്നോട് പറഞ്ഞു ഡ്രസ്സെല്ലാം അഴിക്കാൻ പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ഡ്രസ്സ് അഴിക്കത്തില്ല, എന്നെ ഉപദ്രവിക്കത്തില്ല, ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ കിടന്നുകൊണ്ട് അലറി കരയുക. അവൻ പെട്ടെന്ന് തന്നെ അവന്റെ പോക്കറ്റിൽ നിന്ന് ഒരു കുഞ്ഞു കത്തി, അതായത് അത് സ്റ്റീലാ, കളറൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ പിടിയുടെ ഒന്നും, തൊട്ടക്കുഴിയിൽ ഇങ്ങനെ കത്തി കുത്തി വെച്ചിരിക്കുക. ഞാൻ പെട്ടെന്ന് തന്നെ എന്റെ ഇട്ടിരുന്ന ആ റോസ് കളറിന്റെ ചുരിദാർ പെട്ടെന്ന് ഞാൻ തന്നെ ഊരി. അവൻ എന്നെ ആ സ്പാ ബെഡ് നീളത്തിലിരിക്കുന്ന അവൻ എന്നെ ക്രോസ് ആയിട്ട് കിടത്തി. എന്നിട്ട് അവൻ എന്റെ തലയ്ക്കും മുഖത്തിനിട്ടും തലമുടി ഇങ്ങനെ അവൻ തല പൊക്കി പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു. എന്നെ ആ ക്രോസ് ആയിട്ട് ഒരൊറ്റ തള്ളി. ഇപ്പൊ ഞാൻ ഇങ്ങനെ ബെഡിലേക്ക് ചെന്നങ്ങ് വീണിട്ട് അവനും അവന്റെ ഡ്രസ്സ് ഊരി എന്നെ ക്രൂരമായെന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഇൻഫെക്ഷനും കാര്യങ്ങളും ശരീരം വേദനയും നമ്മൾ അനുഭവിക്കാത്തതൊന്നുമില്ല. അതുപോലെ അവൻ എന്നെ അങ്ങോട്ട് ഉപദ്രവിച്ചു. ഇത് ചെയ്യുന്നതൊപ്പം തന്നെ അവൻ എന്റെ മുഖത്തടിക്കുന്നു, തലമുടി പിടിച്ച് മേളിലേക്കും താഴേക്കും പൊക്കുന്നു, കാല് പിടിച്ചോടിക്കുന്നു, കൈയുടെ 2 മുട്ടിന്റെ അവിടെ ഇങ്ങനെ അമർത്തി ഇവൻ പിടിച്ചോണ്ടിരിക്കുക. ഞാൻ എണീറ്റ് ഇങ്ങോട്ടും ഫ്രണ്ടിലേക്ക് വരാതിരിക്കാൻ 2 കൈയുടെയും ഇങ്ങനെ അമർത്തി പിടിച്ചോണ്ടിരിക്കുക. എന്നെ നന്നായിട്ട് അവൻ അവിടെ കിടന്ന് ഉപദ്രവിച്ചു. അപ്പൊ തന്നെ അവൻ ഫോണിൽ സെൽഫി എടുത്തു, ഡ്രസ്സൊന്നും ഇല്ലാത്ത സെൽഫി എടുത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു നിന്റെ സാറിനെ കൊണ്ട് 3 ലക്ഷം രൂപ ഇടിയിച്ചില്ലെങ്കിൽ ഇത് ഇപ്പൊ തന്നെ ലൈവ് ആവും എന്ന് പറഞ്ഞു.